എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്രട്ടറീസ് ആൻഡ് മെയിൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രാറ്റജി വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മെയിൻസ് പ്രിപ്പറേഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. മെയിൻസിൽ ഓവർലാപ്പ് ചെയ്യുന്ന പ്രിലിംസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. മെയിൻസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 4 അപ്രോച്ചുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്മാർട്ട് ലേണിംഗ്, രണ്ടാമത്തേത് ഡീപ്പ് ലേണിംഗ്, മൂന്നാമത്തേത് പ്രാക്ടീസ്, നാലാമത്തേത് റിവിഷൻ. സോ പേപ്പർ 1ലും പേപ്പർ 2ലും ഇതിൽ ഏതൊക്കെ അപ്രോച്ചുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സോ അടുത്ത സ്ലൈഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെയിൻസ് പേപ്പർ 2 ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന നമ്മുടെ പെയ്ഡ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ പേപ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് പേപ്പർ 2 മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പെയ്ഡ് പാക്കേജ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേപ്പർ 2 പാക്കേജിന്റെ സാമ്പിൾ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 1ൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു അപ്രോച്ചാണ്. സോ പേപ്പർ 1ൽ നമുക്ക് 3 അപ്രോച്ചുകൾ ആവശ്യമാണ്. 1 സ്മാർട്ട് ലേണിംഗ്, 2 പ്രാക്ടീസ്, മൂന്നാമത്തേത് റിവൈസ്. ആദ്യം സ്മാർട്ട് ലേണിംഗ് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഓൾറെഡി പറഞ്ഞതാണ് മെയിൻസ് പേപ്പർ 1ൽ ഒരുപാട് ടോപ്പിക്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ടോപ്പിക്സ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻസ് പേപ്പർ 1ഉം പ്രിലിംസും ആയിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു കമ്പാരിറ്റീവ് അനാലിസിസിന്റെ ഭാഗമായിട്ട് ഓരോ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹിസ്റ്ററി ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ പ്രിലിംസിന് 10 മാർക്കാണ് ഹിസ്റ്ററിക്ക് ഉള്ളത്. മെയിൻസ് പേപ്പർ 1ലേക്ക് വരുമ്പോൾ അതിന് 7 മാർക്കാണ് മെയിൻസ് പേപ്പർ 1ൽ ഉള്ളത്. അടുത്ത ജോഗ്രഫിയിലേക്ക് നോക്കുവാണെങ്കിൽ ജോഗ്രഫിക്ക് പ്രിലിംസിന് 5 മാർക്കായിരുന്നു ഉള്ളത്. മെയിൻസിൽ കുറച്ചും കൂടി കൂടുതലാണ്. മെയിൻസിന് 7 മാർക്കാണ് ജോഗ്രഫിക്ക് ഉള്ളത്. അടുത്തത് എക്കണോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിന് പ്രിലിംസിന് 5 മാർക്കായിരുന്നെങ്കിൽ മെയിൻസിലേക്ക് കടക്കുമ്പോഴേക്കും 7 മാർക്കാണ് മെയിൻസ് പേപ്പർ 1ൽ ഉള്ളത്. സോ പ്രിലിംസിലുള്ള അടുത്ത 2 ടോപ്പിക്സ് ആയിട്ടുള്ള സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മെയിൻസ് പേപ്പർ 1ൽ ഇല്ല. പക്ഷെ പേപ്പർ 2ൽ ഇതിലെ കുറേ ടോപ്പിക്സ് ഒക്കെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിലേക്ക് കടക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ വെയിറ്റേജ് ആണ്. പ്രിലിംസിന് 10 മാർക്കായിരുന്നെങ്കിൽ മെയിൻസിന് ആ ഒരു ഏരിയയിലെ വെയിറ്റേജ് എന്ന് പറയുന്നത് 11 മാർക്കാണ്. അടുത്ത കമ്പ്യൂട്ടറിലേക്ക് കിടക്കുമ്പോഴേക്കിന് പ്രിലിംസിന് 5 മാർക്കായിരുന്നെങ്കിൽ മെയിൻസിലേക്ക് കിടക്കുമ്പോൾ 6 മാർക്കാണ്. അടുത്ത ടോപ്പിക്കിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിഫറൻസ് വരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി പ്രിലിംസിന് 5 മാർക്കേ ഉള്ളായിരുന്നു. മെയിൻസിലേക്ക് കിടക്കുമ്പോഴേക്കിന് 21 മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്സിൽ വരുന്നത്. അത് ലൈഫ് സയൻസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഓൾമോസ്റ്റ് സിമിലർ വെയിറ്റേജ് ആണ്. സോ സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്സിന് മൊത്തത്തിൽ മെയിൻസിൽ 21 മാർക്കാണ് പേപ്പർ 1ലുള്ളത്. പ്രിലിംസിൽ അതിന് 5 മാർക്കായിരുന്നുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഡിഫറൻസ് ഇതിലുണ്ട്. ഇനിയിപ്പം മാത്സ് റീസണിങ്ങിലേക്ക് വരുവാണെങ്കിൽ പ്രിലിംസിൽ 20 മാർക്കായിരുന്നെങ്കിൽ പേപ്പർ 1 മെയിൻസിന് 15 മാർക്കാണ് ആ ഒരു ടോപ്പിക്കിന് ഉള്ളത്. അതുപോലെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേക്കിന് ഇംഗ്ലീഷിന് 20 മാർക്കായിരുന്നു പ്രിലിംസിന് ഉണ്ടായിരുന്നത്. മെയിൻസ് പേപ്പർ 1ലേക്ക് വരുമ്പോഴേക്കിന് 13 മാർക്കേ അതിനുള്ളൂ. മലയാളത്തിന് 10 മാർക്കായിരുന്നു പ്രിലിംസിനുണ്ടായിരുന്നത്. മെയിൻസ് പേപ്പർ 1ലേക്ക് വരുമ്പോഴേക്കും അതിന് 13 മാർക്കായിട്ട് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിൻസ് പേപ്പർ 1 ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് നോക്കുവാണെങ്കിൽ പ്രിലിംസിൽ ഇല്ലാത്ത ഏതൊക്കെ ന്യൂ ടോപ്പിക്സ് ആണ് മെയിൻസിലുള്ളത് നമുക്ക് നോക്കാം. മെയിൻസിൽ ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സ് പ്രിലിംസിലുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻസ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നല്ലൊരു ധാരണ നിങ്ങൾക്ക് വേണം. സോ പേപ്പർ 1 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിൻസ് സിലബസ് എടുത്തിട്ട് ടോപ്പിക് ബൈ ടോപ്പിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമാണ് സ്മാർട്ട് ലേണിംഗിന്റെ ആ ഒരു അപ്രോച്ച് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. സോ ഹിസ്റ്ററിയിലേക്ക് കടക്കുമ്പോഴേക്കിന് മെയിൻസിൽ കൊടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും പ്രിലിംസിലുള്ളതാണ്. മെയിൻസ് ടോപ്പിക്സ് മോസ്റ്റ്ലി കവേർഡ് ഇൻ പ്രിലിംസ്. സോ മെയിൻസിന്റെ സിലബസ് എടുത്ത് ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് ഞാൻ പഠിക്കണമെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിലിംസിൽ ഹിസ്റ്ററിയിൽ മിഡീവൽ ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മെയിൻസിലേക്ക് കടക്കുമ്പോഴേക്കിനും മിഡീവൽ ഹിസ്റ്ററി മെയിൻ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണമെങ്കിൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ മെയിൻസ് പേപ്പർ 1 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകാൻ. അടുത്ത ജോഗ്രഫിയിലേക്ക് നോക്കുമ്പോഴേക്കിന് സോ മെയിൻസിൽ കൊടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും പ്രിലിംസിൽ കവർ ചെയ്യുന്നതാണ്. എക്കണോമിക്സിലേക്ക് വരുമ്പോഴേക്കിന് പ്രിലിംസിൽ കവർ ചെയ്യാത്ത കുറച്ചധികം ടോപ്പിക്സ് മെയിൻസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിൽ കവർ ചെയ്ത കുറച്ച് ടോപ്പിക്സ് മെയിൻസിൽ വരുന്നില്ല. നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച ഏതൊക്കെ ടോപ്പിക്സ് ആണ് മെയിൻസിൽ ഇല്ലാത്തതെന്ന് നിങ്ങൾക്ക് ആ മെയിൻസിന്റെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ ക്ലിയർ ആയിട്ട് കിട്ടും. പ്രിലിംസിൽ ഇല്ലാത്ത ഏതൊക്കെ ന്യൂ ടോപ്പിക്സ് ആണ് നിങ്ങൾ മെയിൻസ് പേപ്പർ 1ന്റെ ഭാഗമായിട്ട് എക്കണോമിക്സിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ന്യൂ എക്കണോമിക് റിഫോംസ്, അടുത്തത് അഗ്രികൾച്ചർ മേജർ ക്രോപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അത് പ്രിലിംസിൽ ഇല്ലായിരുന്നു, മെയിൻസ് ടോപ്പിക്സിലുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് പ്രിലിംസിൽ ഇല്ലായിരുന്നു, പക്ഷേ മെയിൻ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് എക്സ്ട്രാ വരുന്നുണ്ട്. GST ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ പ്രിലിംസിന്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ടോപ്പിക്കിൽ GST ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുമെങ്കിലും
മെയിൻസിൽ സ്പെസിഫിക് ആയിട്ട് GST എന്ന് പറയുന്ന ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പം പ്രിലിംസിൽ നീതി ആയോഗ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഡയറക്ട്ലി പ്ലാനിംഗ് കമ്മീഷൻ വരുന്നുണ്ടെങ്കിൽ പോലും പ്ലാനിംഗ് കമ്മീഷൻ സ്പെസിഫിക് ആയിട്ട് മെയിൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് മെയിൻസിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് പ്രിലിംസ് ഇല്ലാത്ത മെയിൻസിലുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻസിൽ ഇല്ലാത്ത കുറച്ച് പ്രിലിംസ് ടോപ്പിക്സും ഉണ്ട്. അത് സിലബസ് നോക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് കടക്കുമ്പോഴേക്കിന് കമ്പ്യൂട്ടറിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും പ്രിലിംസ് ആയിട്ട് ഓവർലാപ്ഡ് ആണ്. ഇനി അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാർക്സ് വെയിറ്റേജ് നോക്കുവാണെങ്കിൽ പ്രിലിംസിൽ 5 മാർക്കാണ് അതിനുള്ളത്. പക്ഷെ മെയിൻസിലേക്ക് കടക്കുമ്പോഴേക്കിന് 21 മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മൊത്തമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ പ്രിലിംസിൽ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്സ് മാത്രം വെച്ച് നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. എക്സ്ട്രാ ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഡീപ്പായിട്ടുള്ളൊരു ലേണിംഗ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആവശ്യമാണ്. ഇനിയിപ്പോൾ അടുത്ത മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിലൊക്കെ വരുവാണെങ്കിൽ മെയിൻസ് ടോപ്പിക്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പ്രിലിംസ് ആയിട്ട് ഓവർലാപ്ഡ് ആണ്. സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു ഓവർവ്യൂ ആണ്. നിങ്ങൾ ആ ഒരു സിലബസ് ഡീപ്പായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ മെയിൻസ് പേപ്പർ 1ന്റെ ഭാഗമായിട്ട് റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ഈ ഒരു അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാര്യം മോർ ദാൻ 90% ഓഫ് ദ മെയിൻസ് പേപ്പർ 1 ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രിലിംസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി പ്രിലിംസിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് മെയിൻസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. പക്ഷെ അതിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇൻഡെപ്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. പ്രിലിംസിൽ ഈ ഓവർലാപ്പിംഗ് ടോപ്പിക്സ് നിങ്ങൾ ഇൻഡെപ്തിൽ നിങ്ങൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരു എക്സ്ട്രാ എഫേർട്ട് ആവശ്യമായിട്ട് വരും. സയൻസ് ആൻഡ് ടെക്നോളജി പോലെ കൂടുതൽ വെയിറ്റേജ് വരുന്ന ഏരിയാസിൽ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി ആവശ്യമാണ്. അല്ലാത്ത ഏരിയാസ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ടോപ്പിക്സ് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. പേപ്പർ 2 നല്ല രീതിയിൽ കവർ ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്സ് കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ടും കൂടെ കവർ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത് പേപ്പർ 2-നാണ്. സോ ഇതിൽ തന്നെ മറ്റൊരു അപ്രോച്ചാണ് പ്രാക്ടീസ്. ഓൾറെഡി പഠിച്ച മേഖലകളിൽ തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് വേണ്ട ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് പേപ്പർ 1 ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഊഹിക്കാവുന്നതാണ്. ഒന്ന് മാത്സ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം. ഈ 3 ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഓൾമോസ്റ്റ് സിമിലർ ഓവർലാപ്പിംഗ് ടോപ്പിക്സ് ആണ് മെയിൻസിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സെയിം ടോപ്പിക്സ് ആണ് വരുന്നതെങ്കിൽ പോലും മെയിൻസിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടി ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുമ്പുള്ള മെയിൻസ് പേപ്പേഴ്സിൻ്റെ ഈ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആണ്. അപ്പം ജസ്റ്റ് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതിയാവും. ഇൻ കേസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതെങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കുക. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ടൈം പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതേ ടോപ്പിക്സിലുള്ള SSC Tier 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ഈസി ആയിട്ട് ഈ പറയുന്ന ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ മെത്തേഡൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ റിവൈസും പ്രാക്ടീസും ചെയ്യുവാണെങ്കിൽ ഈ 3 ഷോർട്ട് ഏരിയസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ പേപ്പർ 1 ഒട്ടുമിക്ക ടോപ്പിക്സ് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ നല്ല രീതിയിൽ റിവൈസും പ്രാക്ടീസും ചെയ്യുവാണെങ്കിൽ പേപ്പർ 1 നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിലിംസ് ക്ലിയർ ചെയ്ത കുട്ടികളാണ് മെയിൻസ് എഴുതാൻ പോകുന്നത്. പേപ്പർ 1 മെയിൻസിൽ ഒട്ടുമിക്ക ടോപ്പിക്സും പ്രിലിംസ് ആയിട്ട് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് റാങ്ക് സ്റ്റുഡൻസും കട്ട് ഓഫ് ജസ്റ്റ് ക്ലിയർ ചെയ്ത സ്റ്റുഡൻസും തമ്മിലുള്ള പേപ്പർ 1 കാര്യമായിട്ടൊരു സ്കോർ ഡിഫറൻസ് വരാനുള്ള സാധ്യത കുറവാണ്. കാര്യം എല്ലാവരും ആ ഒരു പേപ്പർ 1 ടോപ്പിക്സ് വെൽ പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ സെലക്ഷനിൽ ഒരു ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേപ്പർ 2 മാർക്കാണ്. പേപ്പർ 2 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് പേപ്പർ 2-ന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു പാക്കേജ് തന്നെ ലോഞ്ച് ചെയ്തത്. ഈ ഒരു പേപ്പർ 2-ൽ ഏതൊക്കെ അപ്രോച്ചാണ് വേണ്ടതെന്ന് നോക്കുവാണെങ്കിൽ ഒന്ന് സ്മാർട്ട് ലേണിംഗ് പേപ്പർ 1-ഉം പേപ്പർ 2-നും ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേപ്പർ 2-ൽ കൂടുതലും ഫ്രഷ് ടോപ്പിക്സ് ആണെങ്കിൽ പോലും കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഈ ഒരു പ്രിലിംസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മാർട്ട് ലേണിംഗ് അപ്രോച്ച് തീർച്ചയായിട്ടും ആവശ്യമാണ്. രണ്ടാമത് വരുന്നത് ഡീപ്പ് ലേണിംഗ്. കാര്യം പേപ്പർ 2-ന് ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണെങ്കിൽ പോലും ഇൻഡെപ്തിലുള്ള ഒരു കവറേജ് പേപ്പർ 2-ന് ആവശ്യമാണ്. ആ ഒരു സിലബസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും. ഒരു ഇൻഡെപ്ത് കവറേജ് ആവശ്യമാണ്. സ്മാർട്ട് ലേണിങ്ങിനോടൊപ്പം തന്നെ ഡീപ്പ് ആയിട്ടുള്ള ലേണിംഗ് പേപ്പർ 2-ന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡീപ്പ് ലേണിംഗ് അപ്രോച്ചിനെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ മെയിൻസ് പേപ്പർ 2-ന്റെ ടോപ്പിക്സും അതിൻ്റെ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ തന്നെ
ഈ ഒരു അപ്രോച്ചിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് ജനറൽ ആയിട്ട് ഒരു ഓവർവ്യൂ നോക്കുവാണെങ്കിൽ മാനേജ്മെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആദ്യം വരുന്നുണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ടോട്ടൽ 20 മാർക്കാണ് ആ ഒരു ഏരിയയിലുള്ളത്. നോർമൽ ഡിഗ്രി ലെവൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചോളം ഈ 2 ടോപ്പിക്സും പുതിയ ഏരിയാസ് ആണ്, സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പ് ആയിട്ടുള്ള ലേണിംഗ് ആവശ്യമാണ്. അടുത്ത 2 ടോപ്പിക്സ് നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇത് രണ്ടും പോളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രിലിംസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവൻ ഓവർലാപ്പിംഗ് ടോപ്പിക്സ് ആണെങ്കിൽ പോലും വളരെ ഇൻഡെപ്തിൽ കവറേജ് വരേണ്ട ഏരിയ ആണ്. കാര്യം ഈ ഓവർലാപ്പ് ചെയ്യുന്ന ടോപ്പിക്സിലാണെങ്കിൽ പോലും പ്രിലിംസ് ലെവലുള്ള ചോദ്യങ്ങളായിരിക്കത്തില്ല വരുന്നത്. നല്ല ഇൻഡെപ്തിൽ നിങ്ങൾ പഠിച്ചാൽ മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാര്യം 20 മാർക്കാണ് ടോട്ടൽ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയാസ് ആണ്. പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും. ഇനിയിപ്പോൾ മെയിൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് കേരള എക്കണോമിയും, രണ്ടാമത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്ന് നോക്കുവാണെങ്കിൽ ടോട്ടൽ 30 മാർക്കാണ് കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 2 ടോപ്പിക്സിൽ നിന്ന് വരുന്നത്. സിലബസിൽ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ ഒരു ഏരിയയുടെ ബേസ് എന്ന് പറയുന്നത് കേരള എക്കണോമിക് റിവ്യൂവിൽ കൊടുത്തിട്ടുള്ള പല ടോപ്പിക്സും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ലേണിംഗ് നല്ല രീതിയിൽ ആവശ്യമായിട്ടുള്ള ഏരിയാസ് ആണ് കേരള എക്കണോമിയും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റും. അടുത്തത് എൻവയറൺമെന്റ് ക്ലൈമറ്റ് എന്ന് പറയുന്ന 10 മാർക്കിന്റെ ഒരു ഏരിയ ആണ്. സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ പല ടോപ്പിക്സും പ്രിലിംസിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എൻവയറൺമെന്റ് സയൻസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ഓവർലാപ്പ് ചെയ്യുന്ന കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്സും ഉണ്ട്. ഈവൻ ഓവർലാപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് ആണെങ്കിൽ പോലും കുറച്ചും കൂടി ഇൻഡെപ്തിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്കറിയാം. സോ കഴിഞ്ഞ തവണത്തെ സെക്രട്ടറി മെയിൻസ് നോക്കുവാണെങ്കിൽ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് ഉണ്ടായിരുന്നു. സോ അതിലുണ്ടായിരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെയിം ടോപ്പിക്സ് തന്നെയാണ് ഇത്തവണയും കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇ ഗവേണൻസ്, അതും കഴിഞ്ഞ തവണത്തെ മെയിൻസിൽ ഉണ്ടായിരുന്ന ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഈ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് കവറേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈവൻ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ പോലും ഇൻഡെപ്തിലുള്ള കവറേജ്, ഇൻഡെപ്തിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇൻഡെപ്ത്. മൂന്നാമത്തെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരള എക്കണോമിയും കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റും ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കുവാണെങ്കിൽ 30 മാർക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ന് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.